അച്ചമ്മു അച്ചമ്മു Happy birthday, girls! Happy birthday! This one's gonna be special. ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ഒരു സുന്നി മലയാളി. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഓഗസ്റ്റ് ആണ്. ബട്ട് ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഡിഫറെൻറ്റ് ഡേയ്സ് ഓഫ് ദിസ് മന്ത് ക്ലബ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പോണ ഒരു വീഡിയോ ആണ്. ഇറ്റ്സ് എ ബർത്ത്ഡേ വീഡിയോ ദാറ്റ് ഐ വോണ്ട് ടു ഡു എൻ്റെ രണ്ട് കുട്ടികളും സാനുവിനും സാഷുവിനും വേണ്ടിയിട്ട്. അതിൻ്റെ കുറേ വിശേഷങ്ങളും കുറേ സർപ്രൈസ് പ്ലാനിങ്ങും ഒക്കെ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ തിങ്ക് ദിസ് വിൽ ബി എ നൈസ് വീഡിയോ ഫോർ മീ ടു ഡോക്യുമെൻറ്റ്. ഇറ്റ് വിൽ ബി എ നൈസ് വീഡിയോ. ഈ കുട്ടികൾ വലുതായിട്ട് അവർക്ക് കാണുമ്പോഴും ഇതൊരു യുനോ ഇറ്റ് വിൽ ബ്രിങ് ബാക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ്. ആൻഡ് യാ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് എടുത്ത് തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. ഐ എം ഷുവർ യു വിൽ ലവ് ദിസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ബർത്ത്ഡേ വീഡിയോന് എന്താ ഇപ്പോൾ ഇത്രയും വലിയ സംഭവം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. സ്വാഭാവികം. സോ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ദിസ് ഇയർ 2026 ദ ഗേൾസ് രണ്ടുപേരും, അവരുടെ പേര് സാൻവി ആൻഡ് സാഷ എന്നാണ് കേട്ടോ. പക്ഷെ നമ്മൾ സാനു സാഷു എന്നാണ് വിളിക്കുക. രണ്ടെണ്ണം ജനിച്ചത് പലർക്കും അറിയണ്ടാവും, നമ്മൾ അറിയണവർക്ക് എന്തായാലും അറിയണ്ടാവും, ആൻഡ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കും ചിലപ്പോൾ അറിയണ്ടാവും. അവരുടെ ബർത്ത്ഡേ ഒരുമിച്ചിട്ടാണ്. കോയിൻസിഡൻ്റലി ഒരേ സമയത്താണ് രണ്ടെണ്ണം ജനിച്ചു വന്നത്. ആൻഡ് ദേ 9 years apart. അപ്പോൾ ഇക്കൊല്ലം ഇറ്റ് ഈസ് എ ബിഗ് ഇയർ ഫോർ സാനു ഇൻ പെർട്ടിക്കുലർ. ബിക്കോസ് സാനുവിന് ഇക്കൊല്ലം 13 years ആവാൻ പോവാണ് കേട്ടോ. ഐ കനോട്ട് ബിലീവ് ദാറ്റ് കുഞ്ഞ് വാവ, എനിക്കിപ്പോഴും അവൾ ജനിച്ച ഓർമ്മയൊക്കെ ഉണ്ട്. That kunya Vava is now turning into a teenager. It is a difficult phase, I know, for a lot of children, for a lot of parents. അപ്പോൾ ഞാനും സാനും ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. We have been discussing about, see, there'll be hormonal changes. You'll feel angry, emotional. കുറേ കാര്യങ്ങൾ you'll go through, will help each other so that I don't lose my patience. You don't get annoyed with your parents. അങ്ങനത്തെയൊക്കെ കുറേ ആ ഒരു ഫേസ് ആണല്ലോ. നമ്മളും ഈ ടീനേജൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ജനിച്ചു വളർന്ന കുട്ടികൾ, ഇപ്പം നമ്മളൊക്കെ വളരുമ്പോൾ ഇറ്റ് വാസ് നോട്ട് എ ബിഗ് തിങ് 13. അപ്പോൾ ഐ സ്റ്റിൽ ഫെൽ ലൈക്ക് എ കിഡ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ, ദേ ആർ ലിറ്റിൽ ബിറ്റ് ഡിഫറെൻറ്റ്. നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് മെച്ചുവറാണ്. ചില കാര്യങ്ങളൊക്കെ അവൾ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഈ പ്രായമായിട്ട് എനിക്ക് പോലും ഇത് അറിയില്ലായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് അവൾക്ക് അറിയണേ. വളരെ മെച്ചുവറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവൾ പറയാറുണ്ട് കേട്ടോ. സോ ദേ ആർ എ വെരി ഡിഫറെൻറ്റ് ജനറേഷൻ, ടോട്ടലി ഡിഫറെൻറ്റ് ജെൻ ആൽഫ വാട്ട് എവർ ദേ ആർ കോൾഡ്. അപ്പോൾ സോറി, ഷീ ഈസ് ടേണിങ് 13. ടീനേജ് ആണ്. ഇറ്റ്സ് എ ബിഗ് ഇയർ. ഷീ ഈസ് ടേണിങ് എ ടീനേജർ ദിസ് ഇയർ. സാഷു ഇസ് ടേണിങ് 4. അവർ തമ്മിൽ 9 വയസ്സ് വ്യത്യാസമുണ്ട്. അവർ ബർത്ത്ഡേ ഒരുമിച്ച് വരുന്നതുകൊണ്ട് കൃത്യം 9 കൊല്ലത്തിൻ്റെ വ്യത്യാസമാണ്. 9 years apart ആണ് ചെറുത് വന്നത്. സോ രണ്ടുപേരുടെയും ബർത്ത്ഡേസ് ആണ്. യൂഷ്വലി ഇറ്റ് ഇസ് എ ബിറ്റ് ഓഫ് എ ഹാസിൽ. ഈ ഒരുമിച്ച് ബർത്ത്ഡേസിലുള്ള സംഭവം വരുമ്പോൾ യു കാൺ ഡു ലൈക്ക് എവിടെ പോവും. ബിക്കോസ് ഒരേ പ്രായം ഒരു കാറ്റഗറി അല്ല. മൂത്തോൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ചെറുതിന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനത്തെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ദിസ് ഇയർ ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് ഇയർ എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഐ ഹാവ് ബിൻ തിങ്കിങ് എന്ത് ചെയ്യണം അവൾക്ക് വേണ്ടിയിട്ട്. രണ്ടുപേർക്കും ആക്ച്വലി വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് നമ്മൾ ഈ ടോയ്സും എത്ര പൈസയാണ് ഒരു ടോയ്സിനൊക്കെ വേസ്റ്റ് ചെയ്യുക. ആൻഡ് അതിനൊന്നും ഒരു വാല്യൂ ഒന്നുമില്ല. ആഫ്റ്റർ സം ഡേയ്സ് ഇറ്റ്സ് ഗോൺ, ഇറ്റ്സ് ബ്രോക്കൺ. ദേ ഡോണ്ട് ഇവൻ റിമെമ്പർ എന്താണ് വാങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല നമ്മൾ എന്താ കൊടുത്ത കുട്ടികൾക്ക് ബർത്ത്ഡേക്ക്. ആൻഡ് അഫ്കോഴ്സ് ഐ ലവ് സെലിബ്രേറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മീനിങ് ഫുൾ ഗിഫ്റ്റ് വേണമല്ലോ എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി കുറച്ച് മാസങ്ങളായി. ബിക്കോസ് ഐ നോ ഇറ്റ്സ് എ ബിഗ് ഇയർ. സാനുവിന് ഇൻ പെർട്ടിക്കുലർ പറഞ്ഞ മാതിരി എന്ത് ചെയ്യും. ആൻഡ് ഒരാൾക്ക് ചെയ്താൽ മറ്റാൾക്ക് എന്തെങ്കിലും. സാനുവിന് അങ്ങനെ തോന്നില്ല. പക്ഷെ ആ ചെറുതുണ്ടല്ലോ, ഷീ ഈസ് ലൈക്ക് വേറെ ടൈപ്പ് ട്ടോ. അവള് എന്താ പറയുക, എനിക്ക് ആ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ടൈപ്പാണ്. അതുകൊണ്ട് രണ്ടുപേർക്കുള്ള 2 കേക്കുകളും ഒരുമിച്ചിട്ടൊക്കെയാണ് കട്ടിങ്ങും ഒക്കെ ചെയ്യിപ്പിക്കാറ്. സോ വാട്ട് ഡു വി ഗിവ് ദെം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് എനിക്ക് വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്
ഞാൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് വൈ ഡോണ്ട് വി ഗെറ്റ് ദെം എ പെറ്റ് എന്ന്, രണ്ടുപേർക്കും കൂടിയിട്ട്. ഓക്കെ, ഇപ്പോൾ എന്നെ അറിയണവർക്ക് അറിയാം ദിസ് ഇസ് എ ടെറബിൾ തിങ് ഫോർ മീ ടു ഈവൻ തിങ്ക് അബൌട്ട്. വേറെ ഒന്നുമല്ല, എൻ്റെ ഓട്ടം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ. എനിക്ക് തന്നെ എന്നെ നോക്കാൻ സമയമില്ലാത്തടത്താണ് ഞാൻ വേറൊരു പെറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കണേ. സമയക്കുറവ്, ആൻഡ് മോർ ദൻ ദാറ്റ് ഐ ആം ടെറിഫൈഡ് ഓഫ് ആനിമൽസ്. ഐ ലവ് ആനിമൽസ് ഒരു ഡിസ്റ്റൻസ് നിന്ന്. എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചാടും. ഈവൻ ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മൾ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ ദിസ് ബിഗ് ബിഗ് പട്ടീസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ് വിൽ ബി ദെയർ, ബിക്കോസ് അവർ ഈ സ്നിഫർ ഡോഗ്സ് ഒക്കെ ഉണ്ടാവില്ലേ. എൻ്റെ പേടി കണ്ടിട്ട് ദേ തിങ്ക് ഐ ഹാവ് സംതിങ് ഓൺ മീ എന്ന് വെച്ചിട്ട് എൻ്റെ അടുത്തേക്കൊക്കെ വരും. ആൻഡ് ഐ ലൈക്ക് ഫ്രീക്ക് ഔട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നെ അറിയണവർക്ക് അറിയാം, ഇഫ് ഐ സീ എൻ ആനിമൽ കമ്മിങ് ഫ്രം ദിസ് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്, ഞാൻ റോഡ് ക്രോസ് ചെയ്യും. എനിക്ക് അത്രയ്ക്ക് പേടിയാണ് ആനിമൽസ്. എന്നിട്ടും ഞാനിങ്ങനെ വിചാരിക്കണം എന്നുണ്ടെങ്കിൽ ദ റീസൺ ഈസ് ഈ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാളൊരു റീലൊക്കെ ചെയ്തിരുന്നു. ഇവരെന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഓരോ പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോകണേൻ്റെയും ഒക്കെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ അന്ന് അവർ ഫിഷ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ നോ ചാൻസ്, അതിനെന്തായാലും ഇവിടെ വന്നിട്ട് കൊല്ലുകയുള്ളൂ, അതൊന്നും എന്തായാലും വേണ്ട. എന്നിട്ട് ഇവർക്ക് പട്ടികളൊക്കെ ഉള്ളവരുടെ വീട്ടിൽ പോയാലോ ഒക്കെ വരണ്ട തിരിച്ച് വീട്ടിലേക്ക്. ഫുൾ ടൈം അങ്ങനെ ഡോഗ് വേണം ഡോഗ് വേണം, ഡോഗിനോടാണ് പ്രിയം. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഒരു ഗിൽട്ട് ദാറ്റ് ഞാൻ കാരണമാണല്ലോ ഇവർക്കത് പറ്റാത്തത്. ബിക്കോസ് ഞാൻ എൻ്റെ പേടി, മൈ ആങ്സൈറ്റി, മൈ ടൈമില്ലായ്മ, ഓൾ ഓഫ് ദിസ് കരുതിയിട്ടാണ് വാങ്ങാത്തതും. ഇത് വാങ്ങണതിനെ കുറിച്ചുള്ള ചർച്ച ഓവർ ദ ലാസ്റ്റ് ഒരു 5 years പലതവണ നമ്മുടെ വീട്ടിൽ അറൈസ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൻഡ് വി കെപ്റ്റ് സെയിങ് നോ നോ നോ, വേണ്ട, ശരിയാവില്ല, ഇറ്റ് നോട്ട് വർക്ക് ഔട്ട്. ഐ ആം എ വെരി മെറ്റേണൽ പേഴ്സൺ. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. സാരും സാഷുവും മാത്രമല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികൾ ഒക്കെ ദേ ഓൾ കം ടു മീ, ദേ ഓൾ ചിൽ വിത്ത് മീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ. ആൻഡ് ഐ തിങ്ക് ചിൽഡ്രൻ ക്യാൻ റെസിപ്രിക്കേറ്റ് ദാറ്റ് ഫീലിംഗ്. അപ്പോൾ ഇഫ് ഐ ഹാഡ് ദ ടൈം, ഞാൻ എപ്പോഴും പറയും ചെയ്യും, എനിക്ക് കുറേ സമയവും കുറച്ച് ഫാമിലി സപ്പോർട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ 3 കുട്ടികളൊക്കെ ഉണ്ടായേനെ എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്ന ആളാണ്. ഐ ലവ് ചിൽഡ്രൻ, ഐ ലവ് ടു ഹാവ് ചിൽഡ്രൻ. അപ്പോൾ ഐ തോട്ട് മേ ബി എൻ്റെ മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റും ഇങ്ങനെ കയറി തുടങ്ങി. ആൻഡ് ഐ തോട്ട് വാട്ട് ഇഫ് വി ഗെറ്റ് ദം എ പെറ്റ് എന്ന്. സുനിലോട് അപ്പോൾ സുനിൽ വാസ് ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ, ആര് മാനേജ് ചെയ്യും? ആൻഡ് ഐ സെഡ് ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ്. സാനൂസ് ടേണിംഗ് 13. അവൾക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും റെസ്പോൺസിബിളി കാര്യങ്ങൾ ചെയ്തെടുക്കാനും മേ ബി ദിസ് ഇസ് എ ഗുഡ് ആസ്പെക്ട് ദാറ്റ് വി കൻ കൺസിഡർ. ചെറുതിന് ഷീ ഹാസ് എ ബാഡ് ഹാബിറ്റ് ഓഫ് സ്ക്രീൻ ടൈം വല്ലാണ്ട് ചെയ്യൽ. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും ഷീ ഗോസ് ബാക്ക് ടു എ സ്ക്രീൻ ടൈം ഫോക്കസ് കുറച്ച് അധികമാണ്. ആൻഡ് വി ബീൻ ട്രൈങ് ടു കട്ടുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫുള്ളി കട്ട്. ആൻഡ് ഐ തിങ്ക് സംതിങ് ദാറ്റ് ഈസ് മോർ പ്രൊഡക്റ്റീവ് ലൈക്ക് ദിസ് വിൽ ടേക്ക് ടൈം ഓഫ് ഫ്രം ദ സ്ക്രീൻ. പിന്നെ ജനറൽ കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്, അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി, അവർക്ക് വളരുമ്പോൾ ഉള്ള ഒരു ഹാവിങ് എ പെറ്റ് എന്നുള്ളൊരു സന്തോഷം, അതൊക്കെ ആലോചിച്ചിട്ടാണ് ഐ തോട്ട് എൻ്റെ ദേവി എൻ്റെ പേടിയൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട, ലെറ്റ് സീ ഇഫ് വി ക്യാൻ വർക്ക് ഔട്ട് ആൻഡ് സീ വാട്ട് ആർ ഓപ്ഷൻസ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ വാങ്ങിയിട്ട് സഹിക്കാൻ വയ്യാന്ന് വെച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ടൊക്കെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഐ നോ. ഞാനിത് ആക്ച്വലി എൻ്റെ അമ്മോട് പോലും പറഞ്ഞിട്ടില്ല. അമ്മയുടെ എനിക്ക് ചുട്ട ചീത്ത വെക്കും. ബിക്കോസ് എല്ലാവർക്കും അറിയാം എൻ്റെ തിരക്ക്, അതുകൊണ്ടാണ്. ബട്ട് ഐ സ്റ്റിൽ വോണ്ട് ടു ഡു ഇറ്റ് ഫോർ ദ ചിൽഡ്രൻ ബിക്കോസ് like I said, I love my kids, I love children, I have a lot of maternal instinct. If I can't have another human baby, maybe let's have a dog baby എന്നുള്ളൊരു രീതിയിൽ. എൻ്റെ കസിൻ ഉണ്ട് ഇവിടെ, ആൻഡ് ഷീസ് എ വെറ്റ്. അപ്പോൾ ആദ്യം ഞാൻ ഈ മനസ്സ് തുറന്നത് അവളോട് കേട്ടോ. ആൻഡ് ഷീ നോസ് മൈ പേടി, മൈ ടൈമില്ലായ്മ, എവറിത്തിങ്. ആൻഡ് ഐ സെഡ് സി സംതിങ് സ്മോൾ, സംതിങ് ദാറ്റ് ഈസ് നോട്ട് ചാടൽ ഓൺ മീ. എൻ്റെ ഇനിഷ്യൽ ലിസ്റ്റ് വാസ് ലൈക്ക് കുരയ്ക്കരുത്, ചാടരുത്, അങ്ങനത്തെയൊക്കെ വലിയ ലിസ്റ്റായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഐ ഹാവ് ബിക്കം മോർ റീസണബിൾ. ടെമ്പറമെൻറ്റ് നല്ലതായിട്ടുള്ളൊരു ഡോഗ് പിന്നെ നമുക്ക് നോക്കാം. ഐ സ്റ്റിൽ ഡോണ്ട് നോ. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും എനിക്ക് അറിയില്ല ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. പറ്റില്ല, നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഈ കഥകളൊക്കെ. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ പട്ടിയിട്ട് ജനിക്കുകയാണ് ഏറ്റവും നല്ലത്, ഓർ എനി ആനിമൽ. ഞാനെന്താണ് പറഞ്ഞിരുന്നു ഡോഗ് ഫുഡിൻ്റെ വില കണ്ടിട്ട് അയ്യോ പട്ടിയായിട്ട് ജനിക്കുക ഞാൻ നന്നായിന്ന്. ബട്ട് അത് നമുക്കേ ഉള്ളൂ ആ പ്രശ്നം. ആസ് എ പട്ടി ഇറ്റ് ഈസ് ദ ലക്സോറിയസ് ലൈഫ് ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഈ കൺട്രിയിൽ കേട്ടോ. ഭയങ്കരമാണ് ആനിമൽസിനുള്ള ഒരു കെയർ, അഫെക്ഷൻ,
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കിട്ടാനും പാടാണ്. നമ്മളിപ്പോൾ ഒരു പെറ്റിനെ കണ്ടു, ഓൺലൈൻ നമ്മൾ നോക്കി വെച്ചു, രജിസ്റ്റേർഡ് ഗുഡ് ബ്രീഡറിനെ കണ്ടു, അവരുടെ അടുത്ത് ശരി ചേട്ടാ നാളെ വരാമെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് രാത്രി ആരെങ്കിലും വന്നത് വാങ്ങിക്കൊണ്ടുപോയി. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഓൾസോ. ആൻഡ് നമുക്ക് വി വോണ്ട് ദ റൈറ്റ് പെറ്റ് റാദർ ദാൻ ഫസ്റ്റ് കിട്ടിയതിനെ വാങ്ങണേക്കാട്ടും. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ റിസർച്ചിലും. സോ we've shortlisted a few types, we've shortlisted a few breeders, and അടുത്ത ആഴ്ച ഞാനും സുനിലും ലീവ് എടുത്തിട്ടുണ്ട് ഒരു ദിവസം. ബിക്കോസ് വാട്ട് വി വോണ്ട് ടു ഡു ഇസ്, കുട്ടികൾ ഇത് അറിയില്ല, കുട്ടികൾക്ക് ഇപ്പോഴൊന്നും അറിയാൻ പോകില്ല. ബിക്കോസ് ഇഫ് ഇറ്റ് ഡസൻ വർക്ക് ഔട്ട് ഭയങ്കര വിഷമമായി പോകും. സോ അവരറിയാതെ ഇതൊക്കെ ചെയ്ത് ബർത്ത്ഡേക്ക് അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാം എന്നാണ് പ്ലാൻ. ഓക്കെ, സോ ലെറ്റ്സ് സീ ഇഫ് ഇറ്റ് വർക്ക്സ് ഔട്ട്. അപ്പോൾ നടന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇൻ ദിസ് വീഡിയോ. സോ സത്യമായിട്ടും ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. എനിവേസ്, ഞാൻ ഈ പേടിയുള്ള ഞാനായതുകൊണ്ടാണ് സുനിലിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചത്. ബട്ട് ദർ ഇസ് വൺ ബ്രീഡർ ഹൂസ് ലൈക്ക് റൈറ്റ് ഹിയർ, ഇവിടെ ചെറിബ്രൂക്കിൽ തന്നെയുള്ള ഒരാളുണ്ട്. ആൻഡ് ഹീ സെഡ് 4 പപ്പീസിനെ കിട്ടിയിട്ടുണ്ട്, ആൾക്കാർ കുറേ കാണാൻ വരുന്നുണ്ട്, ഇഫ് യു വോണ്ട് ജസ്റ്റ് കം സീ, എന്നിട്ട് വേണമെങ്കിൽ എന്ത് ഡിസൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഐ തോട്ട് ഓക്കെ ഫൈൻ. അപ്പോൾ ഇത്രയും പേടിയുള്ള ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോവാണ് പപ്പീസിനെ. ഓക്കെ, ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ ടേക്ക് എ വീഡിയോ ഫ്രം ദർ, ബട്ട് ലെറ്റ്സ് സീ. എനിവേസ്, നമുക്ക് പോവാം ഗൈസ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് കഥ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നിങ്ങൾക്ക് ബോറടിക്കേണ്ട. ലെറ്റ്സ് ഗോ സീ ഇഫ് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കെ, വായോ. എൻ്റെ അമ്മേ, ഞാൻ എത്തിയിട്ടോ. മനുഷ്യന്മാരുടെ ജീവനെക്കാട്ടും വിലയാണ് ഇവർക്ക് വാങ്ങാൻ. എന്ത് വില അറിയോ? I really hope it's worth it. ഞാൻ ഒറ്റയ്ക്കാണോ നിൽക്കണമെങ്കിൽ പേടിയിട്ട് പോയാ. I feel like some ജഗതി. Oh, so cute. Hello. It's okay to do this? They won't bite? Okay. Oh, ക്യൂട്ട് ഒരു പപ്പി കേട്ടോ. പക്ഷെ അത് ഇത്രയും കാലത്തിൽ ഇങ്ങനെ പേടിയുള്ള ഒരാളെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എടുത്തൊന്നുമില്ല. ബട്ട് ദിസ് ഇസ് ദ മോസ്റ്റ് ധൈര്യം ഐ ഹാഡ് കേട്ടോ. കണ്ടപ്പോൾ ടോട്ടലി ഹാർട്ട് മെൽറ്റ് ആവും. ഓ ഗോഡ്, oh my god guys, it is so cute. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യം 4 എണ്ണമാണ് അവര്. കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മേത്തേക്ക് ചാടി. ഞാൻ പേടിച്ച് കരഞ്ഞില്ല എന്നുള്ളൂ. ബട്ട് മാന്തൊന്നല്ല, വെറുതെ ഇങ്ങനെ കളിക്കുകയാണ് എൻ്റെ മേത്തെ. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക എടുക്കാനൊക്കെ. ഞാൻ എടുത്തില്ല, അതിനുള്ള ധൈര്യം എനിക്കായിട്ടില്ല. പക്ഷെ അയാൾ പിടിച്ചിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ തൊട്ടു. റിയോളി ക്യൂട്ട് ട്ടോ, റിയോളി ക്യൂട്ട്. ആൻഡ് അതിലൊരു പർട്ടിക്കുലർ വണ്ണിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ക്യൂട്ടായിട്ട് നോക്കണു ഗൈസ്. ഞാൻ എന്താ ചെയ്യുക, എനിക്ക് വിഷമമാവണു. ലൈക്ക് ഈ കണ്ണിനൊക്കെ വെള്ളം വന്നു. അത് അത്രയ്ക്ക് ക്യൂട്ടായിട്ട് എന്നെ കുറേ കാര്യങ്ങൾ അയാൾ പറഞ്ഞാലും ചെയ്തു കേട്ടോ. ഇറ്റ്സ് ഗ്രേറ്റ് ബിക്കോസ് ഇവിടെ ചെറുബ്രൂക്ക് ലോക്കൽ തന്നെയാണ്. സോ ദാറ്റ്സ് റിയലി നൈസ്. ലെറ്റ്സ് സീ. ഞാൻ വേറെയും കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ മാതിരി നമ്മൾ ലീവ് എടുത്തിട്ട് പോയി നോക്കുന്നുണ്ട് കേട്ടോ. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇത് മതി, ഇനി എന്തിനാ വേറെ പോയി നോക്കണേന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഓ റിയലി ക്യൂട്ട്. ഓ, ഞാൻ എങ്ങനെയൊന്ന് രാത്രി ഉറങ്ങാതെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഞാൻ പറഞ്ഞ മാതിരി മെറ്റേണൽ ഇൻസ്റ്റിങ്ക്ട്സ്, അതാണ്. വെരി ക്യൂട്ട്. നമ്മൾ ചെറുബ്രൂക്കിൽ ആക്ച്വലി വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തൊട്ട വീട് വന്ന് കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലമൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനോട് പറയും ചെയ്തു, ഈ തൊട്ട വീട് ഞാൻ കണ്ടായിരുന്നു, നമ്മുടെ ഈ വീട് വാങ്ങിയ സുഖമായിട്ട് വാങ്ങായിരുന്നു. ഇയാളൊരു 15 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്, ഡോഗ് ബ്രീഡറാണ്. സോ ഓ മൈ ഗോഷ്, മൈ ഹാർട്ട്. അങ്ങനെ ആ സുദിനെത്തി. ഞാനും സുനിലൊക്കെ ലീവ് എടുത്തു. എന്നിട്ട് സാനു രാവിലെ സ്കൂളിൽ പോയി. ചെറുത് ഉറക്കം തോന്നിയിട്ട് അതിനെ വേഗം നമ്മൾ ഡേ കെയർ കൊണ്ടാക്കുക. എന്നിട്ട് വേണം നമുക്കിന്നൊരു ഹോൾ ലിസ്റ്റ് ഓഫ് പപ്പീസ് ആൻഡ് ബ്രീഡേഴ്സിനെ പോയി കാണാണ്ട് കേട്ടോ. ഇറ്റ്സ് എ ബിഗ് ലിസ്റ്റ്. സോ യു ഹാവ് ടു ഗെറ്റ് ത്രൂ ഇറ്റ് ഓൾ ആൻഡ് മേക്കപ്പ് ആ മൈൻഡ് എന്നാണ്, ഇഫ് പോസിബിൾ എന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചിരുന്നത്. കുറേ ഭാഗങ്ങൾ ഓഫ് സിഡ്നിയിൽ നമ്മൾ ട്രാവൽ ചെയ്തു കേട്ടോ ടു ഫൈൻഡ് ദ റൈറ്റ് ഡോഗ്. നമ്മൾ റൈറ്റ് ഡോഗിനെ കണ്ടിട്ട് മാത്രം കാര്യമില്ല, എൻ്റെ ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ ഹെൽത്ത് നോക്കണം, ജനിച്ചു വളർന്ന സാഹചര്യം, യു നീഡ് ടു സീ ദ പേരൻസ്, അവരുടെ DNA ചെക്കൊക്കെ ക്ലിയർ അല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കിയിട്ടാണ് വി ക്യാൻ ഫൈനലൈസ് ഓൺ എ ഡോഗ്. സോ ദർസ് എ ലോട്ട് ദാറ്റ് ഗോസ് ഓൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ, വൺ ആഫ്റ്റർ ദി അതർ. ഓരോ ഡോഗ്സിനെയും ഓരോ ബ്രീഡേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ട് ബിഫോർ വി മേക്കപ്പ് ആ മൈൻഡ്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ടോ. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ അവരിങ്ങനത്തെ ഒരു റൂറൽ ഏരിയയിൽ പപ്പീസിനൊക്കെ നല്ലോണം മൂടിക്കളിക്കാനൊക്കെ ഉള്ള സ്ഥലം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അതിനാണ് ഇവിടെ താമസിക്കുന്നത്, അതോ ഇവിടെ താമസിക്കണോണ്ടാണോ അതാണോ ഓപ്പർച്യൂണിറ്റി എന്ന് അറിയില്ല കേട്ടോ. ഞാനങ്ങനെ വിചാരിക്കായിരുന്നു ഈ നാട്ടിലൊക്കെ കല്യാണാലോചന നടത്തണ മാതിരിയാണ് പട്ടിയുടെ കാര്യങ്ങൾ നോക്കണ്ടേ. വി ഹാവ് ടു ചെക്ക് അതിൻ്റെ ഹൗ ഇസ് ദ ഡോഗ്, അതിൻ്റെ വീട്ടുകാരെങ്ങനെയാണ്,
കണ്ടു ഗൈസ്, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ, ഒരു ഫുൾ ഗാർഡൻ. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. അച്ചോ, സോ ക്യൂട്ട്. ഞാൻ കരഞ്ഞു പോയ അയാൾ അതിനോടുള്ള സ്നേഹം കാണിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ബട്ട് റിയലി ക്യൂട്ട് ബോയ്സ് അല്ല, ഒരെണ്ണത്തിന് ഇൻ പർട്ടിക്കുലർ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ യാ, ഇറ്റ്സ് ബിക്കമിങ് ഹാർഡർ ആൻഡ് ഹാർഡർ ടു പിക്ക്. എല്ലാത്തിനെയും കാണുമ്പോൾ നല്ല രസം. പക്ഷേ ഇയാളെ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി. ഇത് ബ്രീഡറിനെ കൂടെ നമുക്ക് നോക്കണമല്ലോ. ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് അയാൾ മക്കളെ പോലെ തന്നെ വളർത്തണം. സോ ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ഭംഗിയുള്ള ഡെസ്റ്റിനേഷൻ. സം ഹോളിഡേക്ക് വന്നൊരു ഫീൽട്ടോ അവിടെയൊക്കെ. എന്ത് ഭംഗിയാ കണ്ട. സോ നൈസ് ഹിയർ. ഇതും ഒരു വലിയ പ്രോപ്പർട്ടിയിൽ അവർ കുറേ പട്ടികളെ വളർത്തുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ കൊട്ടാരത്തിൽ പോയപ്പോഴാണ് നമ്മുടെ ലിറ്റിൽ പ്രിൻസിനെ നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മളെല്ലാ ഡോഗിനെ ചൂസ് ചെയ്യാതെ ഡോഗ് ചൂസസ് യു എന്ന് പറയില്ലേ, അതേമാതിരത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ഈ വീട്ടിൽ പോയപ്പോൾ. ദർ വാസ് ദിസ് ഗേൾ, എൻ്റെ മടിയിലിരിക്കണ ദിസ് ഗേൾ, ആൻഡ് ദെൻ ഇപ്പുറത്ത് ദർ വാസ് വൺ കുഞ്ഞപ്പൻ. ദിസ് കുഞ്ഞപ്പൻ കുറച്ച് ഉറക്കത്തിലായിരുന്നു. പക്ഷെ അവൻ്റെ ഉറക്കം അങ്ങോട്ട് മാറിയതും നമ്മുടെ അടുത്തേക്ക് അവൻ്റെ എല്ലാ ടോയ്സും അവർ കൊടുക്കാൻ വെച്ച ഫുഡും ഒക്കെ വിട്ടിട്ട് അങ്ങനെ നമ്മൾ രണ്ടുപേരുടെയും മേത്തേക്ക് അങ്ങോട്ട് വന്നു കേട്ടോ. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് എൻ ഇൻഡിക്കേഷൻ that this boy is in love with us. This boy would want to be a part of our family, and that's how നമുക്കും തോന്നി തുടങ്ങി മേ ബി ദിസ് ഇസ് ദ വൺ ഫോർ അസ് എന്നുള്ളത്. ആൻഡ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ബ്രീഡർ, നൈസ് ക്ലീൻ ഹോം ആൻഡ് ഹെൽത്തി പെറ്റ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ടഫ് ചോയ്സ്. ഈ സിസ്റ്ററാണ് എൻ്റെ മടിയിലിരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മേത്തേക്ക് വന്നു. പിന്നെ സുനിൽ പറഞ്ഞു, 2 പെൺകുട്ടികളല്ലേ, വി നീഡ് എ മെയിൽ മെമ്പർ ഇൻ ദ ഫാമിലി. ആൻഡ് ദാറ്റ് വാസ് ദ ഡിസൈഡിങ് ഫാക്ടർ ഐ ഫെൽറ്റ് ഫോർ അസ് ടു ചൂസ് ഹിം, നോട്ട് ഹെർ. എനിക്ക് വിഷമമായി ഈ ചിമുട്ടനെയും വെക്കാണ്ട്, ബിക്കോസ് ദേ ബോത്ത് സോ ക്യൂട്ട്. ഹൗ ഡു യു ചൂസ് ബിറ്റ്വീൻ ദീസ് 2 ബ്യൂട്ടിഫുൾ ഡോഗ്സ്? But yeah, that was the only deciding factor. This Kunyapan is now us. അങ്ങനെ ഒരു നീണ്ട പെണ്ണ് കാണലിന് ശേഷം നമ്മളൊരു പയ്യനെ സെലക്ട് ചെയ്തു. ആ പയ്യൻ്റെ ഓ മൈ ഗോഡ് വാസ് റിയലി ക്യൂട്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ പട്ടികളൊന്നും എടുത്തിട്ടൊന്നുമില്ല. എന്തോ അതിനോട് അല്ലേ നമ്മുടെ അടുത്ത് വന്ന് അതിന് ഭയങ്കര നമ്മളെയും ഇഷ്ടമായി. ഓ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പപ്പി ഹണ്ട് ഇങ്ങനെ നിർത്തുകയാണ്. വി ഫൈനലൈസ്ഡ് ഓൺ ദാറ്റ് ബോയ് പപ്പി. അതിൻ്റെ ഗേളും ബോയും ഉണ്ടായിരുന്നു. ദ ബോയ് വണ്ണിനോട് കുറച്ചും കൂടെ ഒരു അഫെക്ഷൻ തോന്നി. നമ്മൾ 3 പെൺപിള്ളേരാണ് വീട്ടിൽ. അപ്പോൾ സുനിലിന് ഒരു മെയിൽ മെമ്പറും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് വി ഹാവ് പിക്ഡ് ദാറ്റ് വൺ. യെസ്, അപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. ഐ എം എ ബിറ്റ് ഡേസ്ഡ് by the whole thing. But beautiful property, നല്ല ബ്രീഡർ. അവർ നല്ല വൃത്തിക്ക് ഭയങ്കര നീറ്റായി അങ്ങനെയൊക്കെയാണ് അതിനെ നോക്കിയിരിക്കണേ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ഉണ്ട്. ആ പപ്പിക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ വ്യത്യാസവും അറിയുന്നുണ്ടായിരുന്നു. ദെൻ ദ ലാസ്റ്റ് വൺ വി സോ. ആൻഡ് കറക്റ്റ് ഏജാണ്. അടുത്ത ആഴ്ചയാണ് കുട്ടികളുടെ ബർത്ത്ഡേ. ആൻഡ് അടുത്ത ആഴ്ച കറക്റ്റ് അവരുടെ ബർത്ത്ഡേയുടെ സമയത്താണ് 8 weeks ആവുകയും ചെയ്യുള്ളൂ ഈ പപ്പിക്ക്, വെൻ ഇറ്റ് ക്യാൻ ബി റെഡി ടു ഗോ ടു അവർ ഹൗസ്. സോ അങ്ങനെ ആ നീണ്ട കാത്തിരിപ്പിന് ശേഷം, നീണ്ടല്ല കേട്ടോ, അതൊക്കെ പെട്ടെന്നുണ്ടായ സംഭവമാണ്. വി ഫൈനലൈസ്ഡ്, അഗ്രിമെൻ്റ് ഒക്കെ ആയിട്ടുണ്ട്. യെസ്, ഇനി നമുക്ക് ഈ പപ്പിക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, അതിൻ്റെ ബെഡും ക്രേറ്റ് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിച്ച് വി ഹാവ് നോ ഐഡിയ അബൌട്ട്. സോ വി തോട്ട് വിൽ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഇന്നിപ്പോൾ ലീവ് എടുത്ത സ്ഥിതിക്ക്, കുട്ടികൾ കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് വി ക്യാൻ ഡു ഓൾ ഓഫ് ദാറ്റ് എന്ന് വിചാരിച്ചു. സോ യാ, ലെറ്റ്സ് ഗോ. എനിക്കിപ്പോഴാണ് കേട്ടോ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴാണ് എൻ്റെ തലേക്കൊന്ന് ശരിയായതും. ഐ എം സോ വെരി എക്സൈറ്റഡ് ആൻഡ് വെരി മച്ച് ഇൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നെ പോലെ പട്ടി പേടിയുള്ള ഒരാൾ ആ പട്ടീനെ പിടിക്കണു, എടുത്തു. ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ആൺകുട്ടിയാണ് ഉണ്ടാവണേ. നൗ വിവ് കം. എന്താ പറയുക, ഞാൻ മിഠായി തിന്നാം. അപ്പുക്കുട്ടൻ വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ അപ്പുക്കുട്ടനുള്ള ബെഡ്, ഭക്ഷണം കഴിക്കാനുള്ള സാധനം, കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ ലോക്കലിൽ തന്നെ വന്നിട്ട് എല്ലാം വാങ്ങി തുടങ്ങാണ് കേട്ടോ. ട്രോൾ എടുക്കാൻ പോയിക്കാം. കുറച്ചധികം സാധനം വാങ്ങാണ്ട്. ആൻഡ് വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഹിഡൻ. കുട്ടികൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. കാണാതെ നമ്മുടെ ഗരാജിലോ അല്ലെങ്കിൽ എൻ്റെ കാറിൻ്റെ ബൂട്ടിലോ ഏറ്റവും ഒളിപ്പിച്ച് വയ്ക്കാം എന്നാണ് വിചാരിക്കണത്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ കേട്ടോ. ലെറ്റ്സ് സീ, വി ഹാവ് ടു ഗെറ്റ് സം ക്യൂട്ട് ലിറ്റിൽ ടോയ്സ് ആൻഡ്
അച്ചോ, എനിക്ക് ആൺകുട്ടികൾക്ക് വാങ്ങിയിട്ട് ശീലമില്ല. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി പിങ്ക് സാധനങ്ങളിലോട്ടാണ് പോണേ. ബട്ട് ഐ തിങ്ക് യു ഷുഡ് സ്റ്റാർട്ട് ഗെറ്റിംഗ് ചെയ്ത് കണ്ടോ ഭക്ഷണവും വെള്ളത്തിനൊക്കെ ഉള്ളതൊക്കെ അങ്ങനെ ആൺകുട്ടികൾക്കുള്ള ടൈപ്പ് വാങ്ങണം. ഇറ്റ് വിൽ ബി റിയലി സ്ട്രേഞ്ച് ഹാവിങ് എ ബോയ് ഹോം. ഇതുണ്ടോ, ഇതിന് മൂത്രട്ട് ഒഴിച്ചിട്ടേ അവിടേക്ക് നിലത്താവാതിരിക്കാനുള്ള ഡിസ്പോസിബിൾ ട്രെയിനിങ് പാഡ്സ് ആണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ പൂച്ചയ്ക്കൊക്കെ തോന്നുന്നു, ഐ തിങ്ക് സോട്ടോ. ഇങ്ങനെ കുറേ എണ്ണം കാണാണ്ട് കുഞ്ഞു കുഞ്ഞു അനിമൽസിൻ്റെ ആവുന്നു. അത് ഞാൻ ഒരിക്കലും എനിക്ക് അറിയാത്തൊരു സാധനമായിരുന്നു. ഇവർക്കും നാപ്പി ഉണ്ടെന്ന് കണ്ടോ. ഇത് പട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് നാപ്പിയും വാങ്ങാം വേണമെന്നുണ്ടെങ്കിൽ. ഐ ഡോണ്ട് തിങ്ക് ഫോർ ഗെറ്റിംഗ് ദാറ്റ്. ഗ്രൂമിങ് എസെൻഷ്യൽസും ഒക്കെ വാങ്ങാണ്ട്. ടോയ്സ് നോക്കുക നമ്മൾ കേട്ടോ കുഞ്ഞപ്പന്. ഐ എം ടിയറിങ് അപ്പ്. കുട്ടികൾ നമ്മൾ ജനിക്കാൻ പോകുമ്പോൾ അവർക്കൊക്കെ വന്ന് വാങ്ങണ ഒരു ഫീലിംഗ്. എന്തൊക്കെ ഓപ്ഷൻസ് അറിയോ ആനിമൽസിന്. നമ്മുടെ പിള്ളേർക്കില്ല അത്രയും ടോയ്സ് വാങ്ങാനുള്ള കളക്ഷൻ. ഇത് ടോയ്സ് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നോക്കുക നമ്മൾ. സാധനവും സാക്ഷനും ഗിഫ്റ്റായിട്ട് കൊടുക്കാമല്ലോ ഇവൻച്വലി വെൻ ദേ സീ. ഞാൻ എൻ്റെ സ്വന്തം പിള്ളേർക്ക് ടോയ്സ് വാങ്ങാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന്. ബിക്കോസ് നമുക്കറിയില്ലല്ലോ വായിലിടുമോ കടിക്കുമോ വലിക്കുമോ ഒന്നും അറിയാണ്ട്. അപ്പോൾ അവൻ എന്താണ് വേണ്ട കൺവിൻസ് ചെയ്യുക. അവൻ എനിക്കെപ്പോഴും പെൺപിള്ളേരായിട്ട്. അപ്പോൾ ഇഫ് ഗോട്ട് സം ടോയ്സ് വിച്ച് യു തിങ്ക് ആർ സേഫ്. ഇനി കുറച്ച് മറ്റേ ട്രെയിനിങ് പാഡ്സ് വാങ്ങണം. പിന്നെ ഐ തിങ്ക് ആഫ്റ്റർ ഹി കംസ് ഹോം എന്തൊക്കെയാണെന്ന് വേണ്ടേ നോക്കിയിട്ടൊക്കെ എടുക്കാം. ക്രേറ്റ് വാങ്ങണോ, പ്ലേ പെന്നോ അങ്ങനെ എന്തെങ്കിലും വാങ്ങണോ? പ്ലേ പെന്നോ ക്രേറ്റിട്ട് വാങ്ങണോ? പ്ലേ പെന്നോ ക്രേറ്റോ അല്ല വാങ്ങാൻ തോന്നാം. ഓക്കെ, നമ്മുടെ കുഞ്ഞപ്പനുള്ള കുറേ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് പോവാട്ടോ വീട്ടിൽ. തൽക്കാലം സുനിലിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെത്തിയിട്ട് രാത്രിയൊക്കെ പതുക്കെ എൻ്റെ വണ്ടിയുടെ ബൂട്ടിലോ അല്ലെങ്കിൽ ഗരാജിലേക്ക് വെച്ചാൽ മാറ്റാമെന്നാണ് വിചാരിക്കണേ. കാരണം എൻ്റെ വണ്ടി അധികം യൂസ് ചെയ്യാറില്ല. എൻ്റെ വണ്ടി യൂസ് ചെയ്യാറില്ല, എന്തിനാണോ ആ വണ്ടി. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ബൂട്ടിൽ കൊണ്ടിട്ട പിള്ളേർ അറിയില്ല, കാണൂല. ഒരാഴ്ച ഉണ്ട് നമുക്ക് ഇനി പിള്ളേരറിയാതെ ഈ സീക്രട്ട് കൊണ്ട് നടക്കാൻ. കറക്റ്റ് ഒരാഴ്ച ഉണ്ട് കൊണ്ട് നടക്കാൻ ഇത് മനസ്സിൽ. സോ വി ആർ പിക്കിംഗ് ഹിം അപ്പ് ഓൺ ദ 12th of August. സോ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഐ കാൺട്ട് വെയിറ്റ്. അവർ നമുക്ക് ഇങ്ങനത്തെ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പപ്പി പേരൻസിനുള്ള ഒരു ബുക്ക്ലെറ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വീട്ടിൽ പോയിട്ട് മുഴുവൻ ഓരോന്നും പഠിക്കാണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ. എനിവേസ് ഗൈസ്, നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഓൺ ദ വേ സാഷുവിനെയും പിക്ക് ചെയ്യാൻ വിളിക്കായിരുന്നു. അപ്പോൾ സാനു വീട്ടിലെത്തിയിട്ടുണ്ടാവും സ്കൂൾ വിട്ടിട്ട്. അവിടെ വന്നിരുന്നോളും. അപ്പോൾ സുനിൽ എന്താ ഇവിടെ നിന്ന് വിചാരിക്കുന്നുണ്ടാവേ. അപ്പോൾ വേഗം ഞാൻ പറഞ്ഞു അച്ഛൻ്റെ നടുവിളിക്ക് ഓഫീസിൽ നിന്ന് അമ്മ പിക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്, ഇപ്പം എത്താം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഷീ ബിലീവ്സ് ദാറ്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സുനിലിനോടൊന്നും ഞൊണ്ടി നടക്കേ നടുവേനിക്കണ മാതിരി നടക്കേ ചെയ്യാൻ. ഓക്കെ ഗൈസ്, ഇത് വലിച്ച് നീട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പപ്പീനെ പിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഒരാഴ്ച നമ്മൾ പിള്ളേരൊന്നും അറിയാതെ തള്ളി നീക്കി ഗൈസ്. ഇന്നാണ് ആ സുദിനം, 12th of August 2026. ഇന്നാണ് നമ്മൾ നമ്മുടെ കുഞ്ഞപ്പനെ എടുത്തുകൊണ്ട് വരണേ. നമ്മൾ കുട്ടിയോട് പേരിട്ടോട്ടെ വെച്ചിട്ട് പേരൊന്നും മനസ്സിൽ വിചാരിച്ചില്ല. പിന്നെ then it will not go from the തല. അപ്പോൾ കുഞ്ഞപ്പൻ എന്നാണ് ഇപ്പോൾ ഫുൾ ടൈം വിളിച്ചോണ്ടിരിക്കണം കേട്ടോ. സോ കുഞ്ഞപ്പൻ ഇന്ന് വരും. നമ്മളുടെ സുള്ളി ലീവ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ടൈം ഓഫ് എടുത്തിട്ടുണ്ട്. സാഷുവിനെ അവിടെ നീപ്പിച്ചുകൊണ്ടിരിക്കണം, എൻ്റെ ബഹളമായി കേൾക്കണം കേട്ടോ. സാനു സ്കൂളിൽ പോയി രാവിലെ തന്നെ. അവൾക്ക് ഡാൻസൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോകും. അതുകൊണ്ട് അച്ഛൻ എന്താ ഓഫീസിൽ പോവാത്തേ എന്നുള്ള ചിന്തകളൊന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഷീ ഈസ് ഓൾറെഡി ലെഫ്റ്റ് ഫോർ സ്കൂൾ. അവളോട് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ഇന്നൊരു ഡാൻസിൻ്റെ പ്രോഗ്രാം പ്രാക്ടീസ് ഉണ്ട്, സോ സ്കൂൾ കഴിഞ്ഞാൽ വേഗം വരണം വീട്ടിലേക്ക് ആണ്. ബിക്കോസ് അല്ലെങ്കിൽ അവരവിടെ ചിറ്റ്ചാറ്റ് ചെയ്ത് നിൽക്കും പിള്ളേർ. ആൻഡ് ഒരു പടം ഇങ്ങോട്ട് വരും ഗ്യാങ്. അപ്പോൾ ആരും ഇങ്ങോട്ട് ഇന്ന് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികൾ ഓവർവെൽമി ചെയ്യിക്കണ്ടല്ലോ കുഞ്ഞപ്പനെ. സോ സാഷുവിനെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് കൊണ്ട് ഡേ കെയർ ആക്കി അങ്ങനെ പോയിട്ട് പിക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കാറിൽ നമ്മൾ ബ്ലാങ്കറ്റ്സും അവനെ കൊണ്ടുവരാനുള്ള ഈ മൂത്രച്ച് പോയാലുള്ള ഒരു പാഡും ഒക്കെ വെച്ചിട്ടുണ്ട്, സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് പെൻ ആസ് വെൽ. ഞാനൊരു സംശയരോഗിയാണ്, എനിക്ക് എപ്പോഴും സംശയമാണ് ഇതെങ്ങനെയാണ് ചെയ്യുക അതെങ്ങനെയാണ് ചെയ്യുക. സോ എവറിത്തിങ് ഐ വോണ്ട് ടു റൈറ്റ് ഡൗൺ. ആ ബ്രീഡറിനോട് ചോദിച്ചിട്ട് എവറിത്തിങ് അബൌട്ട് ഹിം ഐ ഹാവ് ടു റൈറ്റ് ഡൗൺ വാട്ട് ക്യാൻ ദേ ഡു, വാട്ട് കാൺ ദേ ഡു. ഒരാഴ്ചയായിട്ട് ഫുൾ നമ്മൾ ഈ ഡോഗ്സിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയായിരുന്നു കേട്ടോ, റീസെർച്ച്. ദിസ് ബ്രീഡ് ഇൻ പെർട്ടിക്കുലർ, ടോയ് കവൂഡൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വി ആർ ഗോയിങ് ടു ഗോ ഇൻ ലൈക്ക് ഒരു 15 minutes നമ്മൾ ഇവിടുന്ന് ഇറങ്ങും.
ലെറ്റസ് ദ ഗോസ്. പിള്ളേർ വന്നിട്ട് സർപ്രൈസ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ സെറ്റപ്പും ഒക്കെ ആക്കണം. ബട്ട് രാവിലെ തൊട്ടിട്ട് പിന്നെ വി ഹാവ് ടൈം. ഉള്ളിലുള്ളതുകൊണ്ട് ഒരു സമാധാനം. നാളെ തൊട്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മക്കളെ. എൻ്റെ ദൈവമേ, എൻ്റെ ടെൻഷനായിട്ട് പോയി. ഈ ഗേറ്റ് തന്നെയായിരുന്നു തുറന്നത്. ഇതാണ് അവൻ്റെ തറവാട്. ഒരു വലിയ ഊറ്റൻ വീടും പറമ്പും. അച്ഛോ, കുഞ്ഞപ്പൻ്റെ കുടുംബക്കാരൊക്കെ ഫ്രണ്ട്സായിട്ട് അവൻ്റെ ഓടിയെത്തും. ആൾ ട്രെയിൻ. ഇതാ അവൻ്റെ അച്ഛനല്ലത്. അതവൻ്റെ അച്ഛനത്. അയ്യോ, കവലിയർ. അതാ തുറന്നു. എൻ്റെ അമ്മേ, ഇവളുടെ സിസ്റ്ററാണ് അമ്മ. നമ്മൾ ഉള്ളിൽ കയറ്റുന്നു. പക്ഷെ ഒന്നും ഇങ്ങോട്ട് വരില്ല കേട്ടോ. ഒക്കെ ട്രെയിൻഡാണ്. അച്ചിക്കുട്ടു അയ്യോടാ. ബാക്കി കുറെ എണ്ണം അവിടെ ഇരുന്നിട്ട് ഇതാ കളിക്കുന്നു. വി ആർ ഹിയർ ഗൈസ്. ഓ മൈ ഗോഡ്. നമ്മളവിടെ എത്തിയപ്പോൾ അതിന് നമ്മളെ കണ്ടപ്പോൾ ഓർമ്മ വന്നിട്ടാണ് അറിയില്ല, ഓടി വന്നു സുനിലിൻ്റെ അടുത്ത് കേട്ടോ. സുനിലാണ് ഫേവറേറ്റ്. ഇപ്പോഴും ഫേവറേറ്റ് സുനിൽ തന്നെയാണ് വീട്ടിൽ വന്നാലും. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ലൈക്ക് എ ബോയ് തിങ് ഓർ അതോ എൻ്റെ ഒരു ഇന്നർ ഫിയർ അവന് റെക്കഗ്നൈസ് ആവുന്നുണ്ടോ. എനിക്ക് അങ്ങനെ കളിപ്പിക്കാറൊന്നും ആയിട്ടില്ല. ചെറുതായിട്ടൊന്ന് പിടിക്കാറായി എന്നൊക്കെ ഉള്ളൂ. ബട്ട് വാസ് റിയലി നൈസ് ടോ. അങ്ങനെ ടൈലൊക്കെ വാഗ് ചെയ്യണു. ഭയങ്കര ഹാപ്പി. ആൻഡ് വി വർ ലൈക്ക് സിറ്റിംഗ് ആൻഡ് ചിറ്റ് ചാറ്റിങ്. അവൻ്റെ എല്ലാ സ്കെഡ്യൂളും ഞാനൊരു ബുക്കും പെന്നും എടുത്തിട്ട് കൊണ്ടുപോയി അവരുടെ ഇന്ന് ഫുൾ എഴുതിയെടുത്തു കേട്ടോ. സുനിൽ തന്നെ കളിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഐ ആം ലൈക്ക് നോ, ഐ വോണ്ട് ടു ഡു ദിസ് റൈറ്റ്, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എന്താ അല്ലേ, ഒരു ആനിമലിന് നമ്മുടെ ഒരു ലൈഫിൽ വരുന്ന ഒരു ചേഞ്ച് ഇസ് ലൈക്ക് ഹ്യൂജ് എന്ന് ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യണു. ദസ് ലോട്ട്സ് ഓഫ് ആസ്പെക്ട്സ് ടു ഇറ്റ്. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ് തോന്നുന്നു ദ ബിഗ്ഗസ്റ്റ് പാർട്ട്. കുറേ പേര് എന്നോട് എന്തിനാ ശ്രുതി നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു, ഓ ദിസ് ഈസ് ദ ബെസ്റ്റ് ഡിസിഷൻ, യു ആർ ഗോയിങ് ടു ഹാവ് എ കമ്പാനിയൻ ഫോർ ലൈഫ് മാതിരിയാണ്. എപ്പോഴും ഉണ്ടാവും, നിന്നോടായിരിക്കും ഏറ്റവും സ്നേഹം, നീയല്ലേ വീട്ടിൽ ഫുൾ ടൈം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. And then we did the official ceremony of the breeder, Antoinette. She's going to give him to us. പിന്നെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നമ്മുടെ പേരിലോട്ട് എൻ്റെ രജിസ്ട്രേഷനൊക്കെ മാറ്റണം, അതൊക്കെ ഉണ്ട്. ആ സംഭവങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ട് എഴുതി ഒപ്പിട്ട് ഇവർ നമുക്കൊരു ഫുൾ പപ്പി കിറ്റൊക്കെ തന്നു. അവൻ്റെ ഫുഡ്, ഇഷ്ടമുള്ള സാധനങ്ങൾ ഒക്കെ തന്ന് നല്ലൊരു സർവീസ് ആയിരുന്നു കേട്ടോ. സോ ദർ വാസ് എ റീസൺ വൈ ഇറ്റ്സ് എ ഗുഡ് ബ്രീഡർ. there's many things that add to the factor എന്ന് തോന്നുന്നു. ആൻഡ് ഷി വാസ് വെരി ഹാപ്പി. നമ്മൾ നന്നായിട്ട് അവനെ നോക്കുന്ന അവർക്കും തോന്നി. അവരങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജോലി എന്താ, നമ്മൾ എന്ത് ചെയ്യണു, നമ്മുടെ ഫാമിലി എങ്ങനെയാണ് ഒക്കെ അന്വേഷിച്ചിരുന്നു കേട്ടോ. സുനിൽ അവരോട് പറഞ്ഞു ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനതാണ് ഈ വീഡിയോയും എൻ്റെ സ്റ്റിക്കും ഒക്കെ പിടിച്ച് അങ്ങനെ ഫിലിം ചെയ്യണമെന്ന് അവന് മനസ്സിലായി. Oh, this is his blanket. Yeah. Oh, so cute. Oh, yeah. Hopefully it's got enough smell, but it should. He's wagging his tail. Look. He'll take that. Yeah, I think it's. സുനിലിനെ ബെൽറ്റൊക്കെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. Kudu. അപ്പോൾ കൂടി ഇരുന്നോട്ടോ, വീട്ടിപ്പം വേഗത്താം. എനിക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റണില്ല. അതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞപ്പൻ. ഞാനാണ് വണ്ടി ഓടിക്കണൊക്കെ, സുനിലാണ് പിടിക്കാൻ പോണേ. ഓക്കെ, വീടെത്തി. സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പച്ചിക്കുഞ്ഞ ഊരോ, സീറ്റ് ബെൽറ്റ് ഊരോ, ഞാൻ പിടിക്കണോ? പേടിയാവും. This is your new home. Welcome home. Hello. Hello. Very good. കൈ ആ കാലിൻ്റെ ഇടയിൽ കൂടെ എടുക്കാവും നല്ലത്. ആ, അങ്ങനെ എടുത്തോളൂ. പിന്നെ അവന് നമ്മൾ വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോസസ്സായിരുന്നു. സുനിൽ തന്നെ കൊണ്ടുപോയി എവിടെയായിരിക്കും അവന് കിടക്കുക, ഇരിക്കുക. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ പുറത്തെടുത്തു, ഭക്ഷണം വെള്ളമൊക്കെ കൊടുത്തു. നമ്മുടെ മുട്ടാണേ. സാശുവിനെ കൊല്ലും. വിശന്നു കൊണ്ടു പാവത്തിന്. വണ്ടിയിലിരിക്കുമ്പോഴും അങ്ങനെ ഭയങ്കര എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി വിശന്നു കൊണ്ടു. ഞാൻ പിന്നെ പതുക്കെ ഓടിച്ച് അധികം കാർ സിക്നെസ് ഒന്നും വരുത്തണ്ട വെച്ചിട്ട് അതിനൊക്കെ ഓടിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നു. ഐ ഹോപ്പ് ഹീസ് ഹാപ്പിയർ. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ ഒരു വിട്ട് നിൽക്കണതിൻ്റെ ഒരു വിഷമം മാറും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ബൗളൊക്കെ കഴിക്കണം കേട്ടോ.
വിശക്കുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കൊടുത്താലോ? നക്കണു. ചേച്ചിമാരെത്തും. പറ്റും ചേച്ചിമാര്. കളിക്കാൻ ചേച്ചിമാരെത്തും. Good boy. You like a new house? You do. Good boy. No biting now. Good boy. Good boy. അൺബിലീവബിൾ ഇങ്ങനെ ഒരാളുടെ വീട്ടിലുണ്ടെന്ന്. Good boy. Du bist die Sweetheart. അയ്യോ അവന് വീടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ചെറുതായിട്ട് അതിന് ലവബിൾ ഏരിയാസിലേക്ക്. സൂര്യന് വെള്ളം കൊണ്ടുപോയിരിക്കുക. എന്നിട്ട് ഇതാണ് സാന ചേച്ചിയുടെ റൂം, ഇത് സാഷി ചേച്ചിയുടെ റൂം, സാശോയ്ക്കും ചേച്ചി. ബട്ട് ഇവിടെ വെച്ചിട്ട് സെറ്റപ്പ് ആക്കാന്ന് വിചാരിക്കണം. പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് എത്തി ബാസ്ക്കറ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്ത് വെന്തേ ഓപ്പൺ ദർബിയിലേക്ക് ഓ മൈ ഗോഡ്. സാഷു ആയതുകൊണ്ട് ചിലപ്പോൾ ഐ വാണ്ടഡ് എ ക്യാറ്റ് എന്നൊക്കെ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബട്ട് എന്തും സംഭവിക്കാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ചെറുതിനെ വേഗം ടേക്കായിരുന്നു എടുക്കണം. സാനു സ്കൂളിൽ നിന്ന് എത്തുമ്പോഴത്തേക്ക് എടുത്താൽ അതിന് ഒരുമിച്ച് അവർക്ക് രണ്ടാൾക്കും കൊടുക്കാം. വരുന്നുണ്ട്. കാണിച്ചു കൊടുത്തോ വീട്? സുട്ടാപ്പുന് ഇഷ്ടമായോ വീട്? ആ ടോയ് കൊടുത്തൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. Maybe he wants other toys. എൻ്റെ മടി കിടന്ന് ഉറങ്ങിപ്പോയി. മാറ്റി കിടത്തി. അപ്പം നമുക്ക് വിശക്കണം. എന്തെങ്കിലും കഴിക്കട്ടെ. നമ്മളിങ്ങനെ പതുക്കെ സംസാരിക്കണ്ടല്ലോ. He needs to get used to the sound. ഓക്കെ ഗൈസ്, ഫേസ് 1 ഓഫ് ദ സർപ്രൈസ് പ്ലാനിങ് ഒക്കെ സെറ്റാണ്. കുഞ്ഞപ്പൻ കിടന്ന് ഉറങ്ങുക. എൻ്റെ ജോലിയൊക്കെ കുറച്ച് തീർത്തു. ഇപ്പോൾ ഞാൻ സാഷുവിനെ പിക്ക് ചെയ്യാൻ പോവാണ്. സാഷു വരും, സാനു വരും, രണ്ടാൾക്കും കൊടുക്കണം. ഓക്കെ, പ്ലാൻ 2. Okay, now I'm going to call the surprise in my head, okay? Okay. Surprise, surprise, please come. Say surprise, surprise, please come. Where does the surprise come from? From here in a big trolley. Do you want to open? Acha move, acha move, acha move. Happy birthday, Happy girls. birthday, girls. Happy birthday. This one's gonna be special. This one's gonna be special. Special. Acha can help you if you want. There you go. That's one. That's one. Happy birthday. These are new. Thank you. Mama, read my surprise. This is for you too. This is for both of you. Do you like him? Sashu, He's close a in. little Close in. autumn. Close in. Sit next to Sanu. Sit next to Sanu, baby. Close in. Up go to side. Recording. Look at you. Look at me. Yeah, he loves you. That's why he's showing. He is your little brother, your little pet, and your little new bestie friend. Wanna touch him, Sachu? It's alright, you can tuck him. Ishta, you want that? Yeah. Sit closer. He's really cute. He's really sweet. Oh, Tim. We got him. That's his toy. He's very playful. It's a boy. അങ്ങനെ സർപ്രൈസ് ഒക്കെ ഗംഭീരമായി ഗൈസ്. കുട്ടികളൊക്കെ ഹാപ്പി. സാഷു ഇങ്ങോട്ട് വാമപ്പായി വരുന്നേ ഉള്ളൂ. ഈവൻ ദോ ഷീസ് ലൈക്ക് ഓൾവേസ് ആസ്കിങ് ഫോർ വൺ.
ഇങ്ങനൊരു സംഭവം അവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. സാനു പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ കേട്ടോ, ഭയങ്കര സന്തോഷവും ഹാപ്പി ടിയേഴ്സ്. ആൻഡ് ഐ റിയലി ഹോപ്പ് വി സെറ്റിൽ ഇൻ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവനും ഉണ്ടാവും നമ്മുടെ വീഡിയോസിലൊക്കെ. ആർ ഓൾ വെരി ന്യൂ ടു ദിസ്. അപ്പോൾ നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് എഴുതി അറിയിക്കും കേട്ടോ. എനിക്കും അത് വളരെ ഹാൻഡി ആയിട്ട് തോന്നും. എൻ്റെ ഇപ്പോൾ ഒരു ടീതിങ് ഫേസും ഒക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോഗ്സ് ഉള്ളവരെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നോക്കണ്ടേ, വാട്ട് ഡു വി ഹാവ് ടു ബി അവെയർ ഓഫ് എന്നൊക്കെ ഉള്ളത്. ആൻഡ് കിഡ്സ് ഐ തിങ്ക് അവരുടെ ഒരു ഇമോഷണൽ വെൽബീയിങ് ആൻഡ് ദിസ് ഗ്രോത്ത് ആൻഡ് അവരുടെ ഒരു ഇമ്മ്യൂണിറ്റിക്കൊക്കെ ഡോഗ്സ് നല്ലതാണെന്ന് പറയും. ഇറ്റ് ഈസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് അതറിഞ്ഞിട്ടും ഞാൻ പറഞ്ഞ മാതിരി ഞാൻ തല വെച്ചത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഐ തിങ്ക് മെനി പേരൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ഐ ഹവ് ഡൺ ദിസ്. അവന്റെ എല്ലാം കുട്ടികൾക്ക് ഇവിടെ പല കുട്ടികൾക്കും വേണ്ട ഒരു സംഭവമാണ്. പലരും എന്നോട് ഫോൺ ചെയ്തിട്ടുണ്ട് മക്കളെ അറിയിക്കരുത് നമ്മൾ വാങ്ങിയ കാര്യം, ബിക്കോസ് പിന്നെ അവിടെ തുടങ്ങും വാശിയും ബഹളവും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ന്യൂ ഫേസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ന്യൂ ലേണിംഗ് എക്സ്പീരിയൻസ് ഫോർ ഓൾ ഓഫ് us. എനിക്ക് ഇൻ പർട്ടിക്കുലർ, ബിക്കോസ് എനിക്ക് ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കര പേടിയാണ്. ബട്ട് യാ, ദാറ്റ് വാസ് our little surprise for their birthdays. ഓ പാട്ടോ, സാറ് ഭയങ്കര വിഷമമായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പി ടീയേഴ്സായി. ഐ എം ഓൾസോ ഹാവിങ് ഹാപ്പി ടീയേഴ്സ്. പക്ഷേ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്. കീപ് റൈറ്റിംഗ് ടു മീ. കുഞ്ഞപ്പൻ്റെ പേരൊക്കെ ഇട്ടിട്ട് ഉള്ള ബാക്കി വിശേഷങ്ങൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണിച്ചു തരാം. അൺടിൽ വി സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഇസ് ബൈ ഫ്രം ശ്രുതി ആൻഡ് ബൈ ഫ്രം ഒരു സിഡ്നി മലയാളി ഹൂസ് ഓൾസോ എ പെറ്റ് മം നൗ. ബൈ ഗൈസ്.